പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. തന്നെയല്ല, ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ സർക്കാർ ചതിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്നലെ ഇവർ 144 പ്രഖ്യാപിച്ചു, വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ആളുകളോട് ജനപ്രതിനിധികൾ, അതായത് ശ്രീ ആന്റണി ജോണും എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ള MLA-മാർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, ഏറെ താമസിയാതെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആനയെ മയക്കുവെടി വെച്ച് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി ഉൾവനത്തിൽ കൊണ്ടുവന്ന് ഇടാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് MLA-മാർ പറഞ്ഞു. അതെല്ലാം എഴുതി ഒപ്പിടുകയും ചെയ്തു. അതായത് ആന്റണി ജോൺ MLA, അതുപോലെ എൽദോസ് കുന്നപ്പള്ളി MLA, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, അതുപോലെ ഈ വാർഡ് മെമ്പർ സന്തോഷ് അയ്യപ്പൻ, അതുപോലെ തന്നെ RDO ഉണ്ടായിരുന്നു, DFO ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ആളുകൾ എഴുതി ഒപ്പിട്ട് തന്ന് ജനങ്ങൾക്ക് ഇത് കൈമാറ്റം ചെയ്തു. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പിരിഞ്ഞുപോയ ജനങ്ങളെ മുഴുവൻ പരിഹാസ്യരാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്തു ആകാമെന്നുള്ള വനം വകുപ്പിൻ്റെ സ്ഥിരം പരിപാടി കാണിച്ചുകൊണ്ട് അവർ മഴ പെയ്ത നേരത്ത് JCB കൊണ്ടുവന്ന് കിണറിടിച്ച് ആനേനെ ഇറക്കിക്കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വൃത്തികേടാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചത്. ഞങ്ങൾ തീർച്ചയായിട്ടും ജനപ്രതിനിധികളെ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ MLA-മാരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ആന്റണി ജോണിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും ഞങ്ങൾ വിശ്വസിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ജനപ്രതിനിധികളോട് ഇവർ പറഞ്ഞ ഉറപ്പ് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരവിട്ട, അതായത് ആനേനെ കെട്ടിക്കൊണ്ട് പോകാനായിട്ട് നിർദ്ദേശം കൊടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിക്ക് MLA-മാർ ശുപാർശ ചെയ്ത് ജനങ്ങളോടുള്ള അവരുടെ ഒരു ആത്മാർത്ഥത കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ MLA-മാരെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ നാട്ടിലുള്ള ആളുകൾ പിരിഞ്ഞു പോയത്. രാഷ്ട്രീയമില്ലായിരുന്നു, മതമില്ലായിരുന്നു, യാതൊരു തരത്തിലുള്ള ഒന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മാത്രമാണ് വലുത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ 2 MLA-മാർ ഒരുമിച്ച് നിന്ന്, അതിൻ്റെ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ ബൈറ്റുകളൊക്കെ പുറത്തു വന്നതാണ്, 2 MLA-മാർ ഒരുമിച്ച് നിന്ന് പറഞ്ഞു ആനയെ മയക്കുവെടി വെച്ച് മാറ്റുന്നുള്ളത്. അത് വിശ്വസിച്ച് പിരിഞ്ഞു പോയ ആളുകളെ വല്ലാതെ ഒരു വിഡ്ഢികളാക്കുകയാണ് ശരിക്കും ഈ വനം വകുപ്പ് ചെയ്തത്. അതുകൊണ്ട് ഈ വനം വകുപ്പിൻ്റെ ആ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിക്ക് നമ്മുടെ MLA-മാർ ശുപാർശ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ ഇന്നലെ ഒപ്പിട്ട മുഴുവൻ ആളുകൾക്കെതിരെയും, അതായത് MLA-മാർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നിയമപരമായിട്ട് സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിച്ച് മുൻപോട്ട് പോകും. ജനങ്ങളുടെ ജീവൻ ഔദാര്യമല്ല. ഇപ്പം ആന കെണ്ടിച്ചാടുന്നുള്ളത് ആനയുടെ അവകാശമല്ല, ഇത് പട്ടയഭൂമിയാണ്, കരമടയ്ക്കുന്ന ഭൂമിയാണ്. ഈ നാട്ടിലുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട്. അത് തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായ ദുരിതങ്ങളിവിടെ ഉണ്ടാവുക. ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് തീർച്ചയായിട്ടും ആരോപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുമെന്നും ഇന്നലെ കിണർ തകർത്ത് ആനയെ കൊണ്ടുപോകാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെയും അത് നോക്കിക്കൊണ്ടുവന്ന മൂവാറ്റുപുഴ RDO-ക്കെതിരെയും വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യണമെന്നും 2 MLA-മാരോട്, പ്രത്യേകിച്ച് ശ്രീ ആന്റണി ജോണിനോടും എൽദോസ് കുന്നപ്പള്ളിയോടും അഭ്യർത്ഥിക്കുകയാണ്. 2 MLA-മാരെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ നാട്ടിലെ ആളുകൾക്ക് ഒത്തിരി സഹായം ചെയ്തെന്ന് ഒന്നായിരുന്നു നമ്മുടെ ഈ കിണർ. ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാക്കി മാറ്റി. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവർക്ക് നഷ്ടപരിഹാരത്തിനുള്ള തുക റവന്യൂ വകുപ്പിൽ നിന്ന് അനുവദിക്കും. അതിനുള്ള പ്രത്യേക ഓർഡർ കളക്ടർ വഴി ഇടിപ്പിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. അവർ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് JCB ഇപ്പോൾ വിട്ടുകൊടുക്കുകയാണ്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ നിയമ നടപടികൾക്ക് മുൻപോട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ സമരങ്ങൾക്ക് ഈ കോട്ടപ്പടി പ്രദേശം കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഗവൺമെൻറ് ഉറപ്പിച്ചു തരണം. ജനങ്ങളെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാക്കി ഇവിടെ നിറക്കി വിടാനുള്ള ഗൂഢശ്രമത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതുപോലെ വനം വകുപ്പൊക്കെ പിന്മാറണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ ഇന്നലത്തെ ആന എവിടെയാണെന്ന് ആർക്കറിയാവുന്നത്? കാട്ടിലേക്ക് പോയിന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. ഒരു 3-3.5 കിലോമീറ്റർ അകലെയാണ് കാടുള്ളത്. അത് ഏതെങ്കിലുമൊക്കെ പറമ്പിലുണ്ടോ, അത് എവിടെയെങ്കിലുമൊക്കെ മറന്ന് വീണ്ടും ഇന്നലെ രാത്രി പല സ്ഥലങ്ങളിലും ആന ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആന എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. സ്ഥിരം പ്രശ്നക്കാരനായ ഒരു ആനയായിരുന്നു. ഈ റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അവസരമായിരുന്നു. അത് ശരിക്കും ഇവരെ ഒത്തുകളിച്ച് ഇല്ലാണ്ടാക്കുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടം വരെ ഇന്നലെ ആന വന്ന് രാത്രിക്ക് വീണ്ടും വന്നെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് മാറ്റുക എന്നുള്ളത് മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. ആന ശരിയായിട്ട് ഒഴിവാക്കാനായിട്ടുള്ള ഈ ആന പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് ഇതിനെ മയക്കുവെടി വെച്ച് വേറൊരു സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്യുക, ആന വരാതിരിക്കാൻ വേണ്ടി ചെയ്യുക, വനാതിർത്തിയിൽ ട്രെഞ്ച് നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. ട്രെഞ്ച് താഴാത്ത സ്ഥലങ്ങളിൽ റെയിൽ ഫെൻസിങ്ങോ അയൺ റോപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവരിക. ഇത് വേണമെങ്കിൽ കഴിയുന്നേ. കാരണം ഇത് ഈ പ്രദേശത്തിൻ്റെ വനപ്രദേശത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 പഞ്ചായത്തുകൾ രക്ഷപ്പെടും. അതിനായിട്ട് ഒരു മനസ്സ് കാണിച്ചാൽ മതി.